ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ചു സ്റ്റേഷനിലേക്ക് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ യൂണിഫോം കാണാനില്ല. അച്ചു അപ്പം തന്നെ രുക്കുവിനെ വിളിക്കുന്നുണ്ട്. രുക്കു, നീ എവിടെ? എൻ്റെ യൂണിഫോം എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ രുക്കുവിനെ അങ്ങോട്ടേക്ക് കാണുന്നേ ഇല്ല. അങ്ങനെ അച്ചു അലമാര തുറന്നു നോക്കുന്നതും യൂണിഫോം അവിടെയുണ്ട്. അയൺ പോലും ചെയ്യാതെ യൂണിഫോം അങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അച്ചുവിനാകെ ദേഷ്യം വരികയാണ്. വീണ്ടും രുക്കുവിനെ വിളിക്കുകയാണ്. രുക്കു അപ്പം അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് രുക്കു അച്ചുവിനോട് പറയുന്നുണ്ട്, അച്ചു, അർച്ചനേച്ചി ജേക്കിയുടെ വീട്ടിൽ പോയിട്ട് ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല. നീ താക്കോല് വാങ്ങാനായി പറഞ്ഞയച്ചതല്ലേ? പോയിട്ട് എത്ര നേരമായി? എന്തെടുക്കാണെന്ന് അറിയില്ലല്ലോ. ഫോണിൽ വിളിച്ച് ചോദിക്കാന്ന് വെച്ചാ ചേച്ചി ഫോണും കൊണ്ടുപോയിട്ടില്ല. അപ്പൊ ചേച്ചീനെ അന്വേഷിച്ച് ഇവിടെ നിന്ന് ആരെങ്കിലും പോകേണ്ടി വരും അങ്ങോട്ടേക്ക് എന്ന് രുക്കു അങ്ങനെ ചോദിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ആരും അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോവണ്ട. ചേച്ചി താക്കോല് വാങ്ങാനാണ് പോയിരിക്കുന്നത്. ചേച്ചി അത് വാങ്ങിയിട്ടേ വരൂ. അച്ചു അങ്ങനെ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഒരു താക്കോല് വാങ്ങാൻ പോയിട്ട് എന്തിനാണ് ഇത്ര സമയം എടുക്കുന്നത്? ഇത് സംഗതി വേറെയാണെന്ന് പറയുമ്പോൾ അച്ചു ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, അച്ചു, നീ ട്രെയിനിങ് ക്യാമ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വിളിച്ചു പറഞ്ഞതെല്ലാം നീ മറന്നുപോയോ? എന്റെ ചേച്ചി എന്തായാലും JK ആ വീട്ടിൽ നിന്നും ഒഴിപ്പിക്കാൻ പോകുന്നില്ല. ചേച്ചി വീട് ഒഴിപ്പിക്കില്ലെന്ന് ഞാൻ അടിവേറയിട്ട് പറയാണ്. അയാളെ ചേച്ചിക്ക് ആ വീട്ടിൽ നിന്നും ഒഴിപ്പിക്കാനാവില്ല. നീ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഉടനെ താക്കോല് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ചേച്ചി അങ്ങോട്ടേക്ക് പോയത്. വന്നു കഴിഞ്ഞാൽ ചേച്ചി മറ്റെന്തെങ്കിലും കാരണം പറയും. ഈ കാര്യത്തിൽ നീയൊരു മണ്ടനാണെന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ അച്ചു തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം അവിടെ നിൽക്കട്ടെ, നീ നിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, എന്താണ് എൻ്റെ യൂണിഫോം അയൺ ചെയ്യാത്തത്? ഇന്നു മുതൽ നീ ഈ യൂണിഫോം അയൺ ചെയ്യണമെന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, നിന്റെ യൂണിഫോം ഞാൻ എന്തിന് അയൺ ചെയ്യണം? അത് പുറത്തെങ്ങാനും കൊടുത്താൽ മതി, അവര് അയൺ ചെയ്തു തരും. നീ കൊണ്ടിത് ചെയ്യാൻ പറ്റില്ല എന്ന് രുക്കു അങ്ങനെ പറയാണ്. അച്ചുവിനാണെങ്കിൽ അത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. അച്ചു എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും നീ ഇത് അയൺ ചെയ്യണം. ഇനി മുതൽ നീയാണ് ഇത് ചെയ്യേണ്ടത്. മര്യാദയ്ക്ക് പോയി അയൺ ചെയ്യടി എന്ന് പറയാണ്. അങ്ങനെ അച്ചു പറയുന്നത് കേട്ട് ആകെ പേടിച്ചുകൊണ്ട് രുക്കു യൂണിഫോം വാങ്ങി അയൺ ചെയ്യാനായി പോവുകയാണ്. എനിക്കിത് അയൺ ചെയ്യാനൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അച്ചു പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് രുക്കു അങ്ങനെ അയൺ ചെയ്യാനായി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇവരുടെ വഴക്ക് കേട്ട് മഞ്ജു വരുന്നുണ്ട്. മഞ്ജു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ പ്രശ്നം? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മഞ്ജുവിനോടും ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങളെ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വിളിച്ചോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? മറ്റുള്ളവരുടെ ബെഡ്റൂമിൽ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണോ? എന്റെ ഭാര്യയും തമ്മിൽ പലതും നടക്കും. അതെല്ലാം അന്വേഷിക്കാൻ നിങ്ങൾ വരരുത്. നിങ്ങൾ മര്യാദയ്ക്ക് അപ്പുറത്തേക്ക് പോവെന്ന് പറഞ്ഞ് മഞ്ജുവിനെ അങ്ങനെ അച്ചു ആട്ടിവിടുകയാണ്. മഞ്ജുവിനോട് ദേഷ്യപ്പെടുന്നത് കണ്ട് മഞ്ജുവും രുക്കും ഒരുപോലെ തന്നെ ആകെ പേടിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. മഞ്ജു അപ്പൊ തന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവുകയാണ്. രുക്കും മഞ്ജുവിനോട് കണ്ണുകൊണ്ട് ഇപ്പൊ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സുമിത്ര ടീച്ചർ അർച്ചനയും വിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അർച്ചനയ്ക്ക് ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അർച്ചനയും ജയക്കും സുമിത്രയും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സുമിത്ര ടീച്ചർ പണ്ടത്തെ കാര്യങ്ങളെല്ലാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എനിക്ക് അർച്ചനയെ നന്നായി അറിയാം. പോട്ടെ മോളെ അർച്ചനെ, നിനക്കെന്താണ് ഒരു വെല്ലായ്മ? നമ്മൾ തമ്മിൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയത് കൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ് സുമിത്ര ടീച്ചർ. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, അതൊന്നും അല്ല ടീച്ചർ, എനിക്ക് ഓഫീസിലേക്ക് പോവാൻ കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാണെന്ന് പറയാണ്. സുമിത്ര ടീച്ചർ അപ്പൊ പറയുന്നുണ്ട്, അല്ല മോളൊന്നും സംസാരിക്കുന്നില്ലല്ലോ. മോളൊന്നും പറഞ്ഞില്ലെങ്കിലും മോളുടെ കാര്യങ്ങളെല്ലാം ഇവൻ എന്നെ വിളിച്ച് പറയാറുണ്ട്. നമ്മൾ തമ്മിൽ ഇത്രയും പരിചയമുണ്ടായിട്ടും എൻ്റെ ശിഷ്യയാണ് നീ എന്ന് ഇവൻ അറിയാതെ പോയല്ലോ എന്നങ്ങനെ പറഞ്ഞുകൊണ്ട് സുമിത്ര ടീച്ചർ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ശിഷ്യയെക്കുറിച്ചാണല്ലോ ഈ മധുബാല എന്നോട് വന്ന് അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഒരിക്കലും ഇതൊന്നും അർച്ചനയോട് ചോദിക്കരുത്, അവൾക്ക് സങ്കടമാവും എന്നങ്ങനെ ചിന്തിക്കുകയാണ് സുമിത്ര ടീച്ചർ. അതിനുശേഷം അർച്ചന പറയുന്നുണ്ട്, ടീച്ചർ എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ, സമയമായി എന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, മോൾക്കൊപ്പം കുറച്ചു നേരം കൂടി ചെലവഴിക്കണമെന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, മോൾക്ക് തിരക്കൊക്കെ ഉള്ളതല്ലേ, വക്കീൽ ഓഫീസിലേക്ക് പോകേണ്ടതല്ലേ, പോയിക്കോളൂ. അവന്റെ കാര്യം ഇടയ്ക്ക് ഇവൻ എന്നെ വിളിച്ച് പറയാറുണ്ട്. ഇന്നു എന്റെ ശിഷ്യയുടെ മോളാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അതിലും സന്തോഷമായി. അച്ഛനെ എന്റെ ശിഷ്യയും അർച്ചനയുടെ മോള് എന്റെ മകന്റെ ശിഷ്യയുമായല്ലോ. ഇതിനർത്ഥം നമ്മൾ തമ്മിലുള്ള ആത്മബന്ധം മുറിഞ്ഞു പോയിട്ടില്ല എന്നല്ലേ? അതുകൊണ്ടൊക്കെ ആയിരിക്കും ദൈവം എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അന്ന് പഠിക്കുന്ന കാലത്ത് നീ സംഗീതത്തിൽ മിടുക്കിയായിരുന്നു, ഇപ്പൊ അതെല്ലാം മറന്നുപോയോ എന്ന് സുമിത്രാമ്മ അങ്ങനെ ചോദിക്കുകയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട്, പിന്നീട് പഠനവും പ്രാരാബ്ധവും കാരണം കൊണ്ട് അതെല്ലാം ഞാൻ വിട്ടുപോയി എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ സുമിത്ര ടീച്ചർ പറയുന്നുണ്ട്, അങ്ങനെ സംഗീതം ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുപോവില്ല മോളെ. എന്തായാലും ഞാനിനി ഇവിടെ തന്നെ ഉണ്ടല്ലോ, നീ എന്റെ ശിഷ്യയെ എനിക്ക് ഇടയ്ക്കൊക്കെ കാണാമല്ലോ. മോളെ, നിനക്ക് സമയമായില്ലേ, ഇനിയും വൈകിക്കണ്ട, നീ പോയിക്കോളൂ എന്ന് സുമിത്ര അങ്ങനെ പറയാണ്. അർച്ചന അപ്പൊ തന്നെ നമുക്ക് വീണ്ടും കാണാം ടീച്ചർ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്.
പുറത്തേക്ക് വന്ന അർച്ചനയാണെങ്കിൽ ആകെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുകയാണ്. താക്കോല് വാങ്ങാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതും വാങ്ങാതെ ചെന്നാൽ അച്ചുവിനോട് ഞാൻ എന്തു പറയും, അവൻ ദേഷ്യപ്പെടും, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അങ്ങനെ ധർമ്മസങ്കടത്തിൽപ്പെട്ട് അർച്ചന അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജെ.കെ വരുന്നത്. ജെ.കെ എന്നിട്ട് അർച്ചന ടെൻഷനോടെ നിൽക്കുന്നത് കണ്ട് പറയുന്നുണ്ട്, അർച്ചന വീടൊഴിപ്പിച്ച് താക്കോല് വാങ്ങാനായിട്ടല്ലേ വന്നത്, അർച്ചനയെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കണമെന്ന് എനിക്ക് ഒരു താല്പര്യവുമില്ല. ഇവിടെ താമസിക്കുന്നത് കൊണ്ട് അർച്ചനയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അർച്ചനയെ വേദനിപ്പിക്കില്ല. വീട് ഞാൻ ഒഴിഞ്ഞു തരാം, പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. പ്രായമായ എൻ്റെ അമ്മയും കൊണ്ട് എനിക്ക് ഏതെങ്കിലും ഹോട്ടൽ റൂമിലേക്ക് പോവാനായി കഴിയില്ലല്ലോ. എനിക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ചുറ്റുപാടുമുള്ള ഒരു വീട് കിട്ടുന്നത് വരെ ഞങ്ങളെ ഇവിടെ താമസിക്കാൻ അർച്ചന അനുവദിക്കണം. ഈ വീട് എനിക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ടതായിരുന്നു, പക്ഷേ ഞാൻ കാരണം കൊണ്ട് അർച്ചന കുറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെ ഒരിക്കലും ഞാൻ ഇനി വേദനിപ്പിക്കില്ലെന്ന് ജെ.കെ അങ്ങനെ പറയുമ്പോൾ അർച്ചന തിരിച്ച് ജെ.കെയോട് പറയുന്നുണ്ട്, നന്മകൾ കൊണ്ട് നിറഞ്ഞ ഒരു നല്ല മനസ്സിന് ഉടമയായ അമ്മയുടെ ഉദരത്തിൽ പിറന്ന മകനാണ് നിങ്ങളെന്ന് ഞാൻ അറിയാതെ പോയി. സ്നേഹിക്കാനും സഹിക്കാനും മാത്രം ശീലിച്ച ആ അമ്മയുടെ വയറ്റിൽ നിങ്ങൾ എങ്ങനെ വന്നു പോയി? നിങ്ങളുടെ ഇവിടുത്തെ ജീവിതമൊക്കെ ആ അമ്മ എങ്ങനെ ഇനി കണ്ടു നിൽക്കും? അവരെ കണ്ണീര് കുടിപ്പിക്കാനാണോ നിങ്ങൾ അവരെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് ഇപ്പൊ വന്നത്? അമ്മ ചെയ്ത പല പുണ്യകർമ്മങ്ങൾക്കും ഞാൻ സാക്ഷിയായിട്ടുണ്ട്. അവർ ചെയ്ത പുണ്യകർമ്മങ്ങൾക്ക് ദൈവം കൊടുത്ത ശമ്പളമായി പോയല്ലോ. ഇങ്ങനെയൊരു മകൻ എന്ന് പറഞ്ഞ് ജെ.കെ പരിഹസിച്ചുകൊണ്ട് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ടു നിന്ന ജെ.കെ ആണെങ്കിൽ ആകെ മനസ്സ് തകർന്ന് വിഷമത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അച്ചു സ്റ്റേഷനിലേക്ക് പോവാൻ ഇറങ്ങുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. അച്ചുവിനെ കാണുന്നതും അർച്ചന ആകെ പരിഭ്രമിക്കുന്നുണ്ട്. അതിനുശേഷം രുക്കു അർച്ചനയോട് ചോദിക്കുകയാണ്, ചേച്ചി പോയിട്ട് എന്തായി, താക്കോല് വാങ്ങിച്ചോ? പോയിട്ട് എന്താണ് ഇത്ര നേരം, എന്താ ചേച്ചി ഒന്നും മിണ്ടാത്തതെന്ന് രുക്കു അങ്ങനെ ചോദിക്കുകയാണ്. അച്ചു അപ്പൊ രുക്കുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. രുക്കു, നീ മിണ്ടാതിരിക്കെ, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഞാൻ ചേച്ചിയോട് സംസാരിച്ചോളാം. ചോദിക്കുന്നതിനൊന്നും ചേച്ചിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. ചേച്ചി എന്തായി, അയാളെ ഒഴിപ്പിച്ചോ? താക്കോൽ എവിടെ? താക്കോൽ ഇങ്ങോട്ട് തായോ എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുകുന്ദനും മഞ്ജുവും രമ്യയും വരുന്നുണ്ട്. അർച്ചന എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട്, അച്ചു നിനക്കിപ്പോ എന്താണ് അറിയേണ്ടത്, എന്താണ് സംഭവമെന്ന് ഞാൻ തന്നെ പറഞ്ഞു തരാം. താക്കോല് വാങ്ങാൻ തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അപ്പോഴാണ് അവിടെ പ്രതീക്ഷിക്കാത്ത ഒരാളെ ഞാൻ കണ്ടത്. ജെ.കെയുടെ അമ്മയാണത്. അവരെ വീടൊഴിപ്പിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവരെന്റെ പഴയ ടീച്ചറാണ്, സുമിത്ര ടീച്ചറെ. നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നറിയില്ല. ഇവര് നമ്മുടെ സ്കൂളിലെ മ്യൂസിക് ടീച്ചറായിരുന്നു എന്ന് പറയുമ്പോൾ മുകുന്ദനെ പെട്ടെന്ന് ഓർമ്മ വരികയാണ്. ആ ചേച്ചി എനിക്കറിയാം, സുമിത്ര ടീച്ചറെ എനിക്കറിയാമെന്ന് പറയാണ്. അച്ഛനെ വീണ്ടും പറയുന്നുണ്ട്, അങ്ങനെ പ്രായമായ ഒരു അമ്മ അവിടെ ഉള്ളപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ വീട് ഒഴിപ്പിക്കാൻ കഴിയില്ല അച്ചു എന്ന്. അർച്ചന അങ്ങനെ പറയുമ്പോൾ അച്ചു അർച്ചനയോട് പറയുന്നുണ്ട്, അയാളെ വീട് ഒഴിപ്പിക്കാതിരിക്കാൻ ചേച്ചി ഓരോ കാരണങ്ങൾ പറയാണ്. അയാളുടെ അമ്മയെ എവിടെ താമസിപ്പിക്കണമെന്ന് അയാളാണ് ഇനി തീരുമാനിക്കേണ്ടത്. നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആവശ്യം അയാൾ വീടൊഴിയണമെന്നുള്ളതാണ്. ചേച്ചി ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. താക്കോല് വാങ്ങാനായിട്ട് പോയതല്ലേ, എന്നെ എല്ലാം ബോധിപ്പിക്കാനാണോ ചേച്ചി പോയതെന്ന് അച്ചു അങ്ങനെ ചോദിക്കുകയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട്, അച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ട് നീ എന്താണ് ഇങ്ങനെയെന്ന് അർച്ചന അങ്ങനെ അച്ചുവിനോട് ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് മഞ്ജു ആണെങ്കിൽ അച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അയാളും അയാളുടെ അമ്മയൊക്കെ അവിടെ താമസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എന്തിനാണ് ചേച്ചി അറിയുന്നത്? താക്കോല് വാങ്ങിയിട്ടല്ലേ ചേച്ചിയോട് വരാൻ പറഞ്ഞത്, പിന്നെന്താ എന്ന് മഞ്ജു അങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ അച്ചുവിനെ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അച്ചു മഞ്ജുവിനെ ചീത്ത പറയുന്നുണ്ട്. ഇനി ഞാൻ ഏട്ടത്തിയോട് അഭിപ്രായം ചോദിച്ചോ? കാര്യത്തിൽ എനിക്ക് ഏട്ടത്തിയുടെ അഭിപ്രായം ആവശ്യമില്ല. ഏട്ടത്തി അനന്തേട്ടന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നങ്ങനെ അച്ചു മഞ്ജുവിനോട് പറയാണ്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, അച്ചു നീ എന്തെങ്ങനെ വാശി പിടിക്കുന്നത്? വേറൊരു വീട് ശരിയാവുന്നത് വരെ ഇവരാ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന് മുകുന്ദൻ അങ്ങനെ പറയുമ്പോൾ അച്ചു മുകുന്ദനോടും ദേഷ്യപ്പെടുകയാണ്. പിന്നീട് പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീണ്ടും അവർ തമ്മിലൊരു സ്വരച്ചേർച്ച വരികയാണ്. അർച്ചന അപ്പൊ തന്നെ അവരെ ചീത്ത പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നിർത്ത്, ഇനിയും പഴയ പോലെ തുടരാനാണോ നിങ്ങളുടെ ഭാവം? തലയിലൊരു തൊപ്പിയും തോളിൽ 2 നക്ഷത്രങ്ങളും കയറിയാൽ അച്ചു നീ പഴയ അച്ചു അല്ലാതാവില്ല. ഇപ്പോഴും അമ്പാട്ടിലെ അച്ചു തന്നെയാണ്. നീ അത് ഇടയ്ക്കൊക്കെ ഓർക്കണം മോനെ. പഴയ കാലം നീ മറന്നു പോവരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വാടക വീട്ടിൽ നിന്ന് അയാളെയും അമ്മയെയും ഉടനെ ഒഴിപ്പിക്കാനാവില്ല. ഇതിനെ ചൊല്ലി ഇനി ഇവിടെ ആരും തർക്കിക്കുകയും തമ്മിൽ തല്ലുകയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന തന്റെ തീരുമാനവും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. ഇപ്പൊ തന്നെ അച്ചുവും ഒന്നും മിണ്ടാതെ തന്നെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. രുക്കുവും മഞ്ജുവും ഉള്ളിലേക്ക് പോവുകയാണ്. രമ്യയും മുകുന്ദനും സംസാരിക്കുന്നുണ്ട്. രമ്യ എന്നിട്ട് മുകുന്ദനോട് പറയുന്നുണ്ട്, ഇപ്പോഴും മുകുന്ദേട്ടനോടുള്ള ദേഷ്യം അച്ചുവിന് മാറിയിട്ടില്ലല്ലോ എന്ന് പറയാണ്.
മുകുന്ദൻ അപ്പൊ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ, അവന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയുന്നില്ല എന്ന് പറഞ്ഞ് മുകുന്ദൻ അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് ജെക്ക് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സുമിത്ര വരുന്നത്. മോനെ, നീ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ വന്നതുകൊണ്ട് നിന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലേ? പാപ്പച്ചൻ എന്നോട് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതൊക്കെ വിട്ടേക്ക്. അർച്ചനയും നീയും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് സുമിത്ര അങ്ങനെ ജെക്കയോട് ചോദിക്കുകയാണ്. ജെക്ക് ഇപ്പൊ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ജെക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനായി നിൽക്കുമ്പോൾ സുമിത്ര ജെക്കയോട് പറയുന്നുണ്ട്, അർച്ചന നിന്നോട് ഈ വീടൊഴിയാനായി പറഞ്ഞോ? അതിന്റെ കാരണം എന്താണ്? അർച്ചനയെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ആ കുട്ടി ഇങ്ങനെ പറയില്ല. എന്താണ് ശരിക്കും പ്രശ്നം? അതെനിക്ക് അറിയണമെന്ന് സുമിത്ര അങ്ങനെ പറയുമ്പോൾ ജെക്കെ പറയുന്നുണ്ട്, എല്ലാത്തിനും പ്രശ്നം അമ്മയുടെ മരുമോൾ മധുബാല തന്നെയാണ്. മധുബാലയും അർച്ചനയും തമ്മിലുള്ള പ്രശ്നം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ജെക്കെ പറയുമ്പോൾ സുമിത്ര ചോദിക്കുന്നുണ്ട്, മധുബാല അർച്ചനയോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എന്താണെന്ന് അങ്ങനെ ചോദിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.